ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചുരിദാറിൻ്റെ കട്ടിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് 2 മീറ്റർ തുണിയിൽ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. 2 മീറ്റർ നമുക്ക് ചുരിദാറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ലൈനിങ് കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കും കേട്ടോ. ഇതിപ്പോൾ അധികം ചുരിദാറിന് നല്ല തുണി അധികം നീളമില്ല, ലെങ്ത് ഇല്ല, അപ്പോൾ 2 മീറ്റർ മതി. അപ്പോൾ അതെങ്ങനെയാണ് അളവെടുക്കാൻ നമുക്ക് നോക്കാം. ഇത് ഞാനൊരു പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അധികം തടിയില്ലാത്തൊരു കുട്ടിയാണ്, അപ്പോൾ അത് 9.5 ഇഞ്ചേ കണ്ടുള്ളൂ. 38 ഇഞ്ചാണ് വണ്ണുള്ളൂ. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. പിന്നെ ഷോൾഡറിൻ്റെ അളവ് 6.5 ഇഞ്ച് എടുക്കണം കേട്ടോ. ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ ഓഫായതാണ്. പിന്നെ നമുക്കൊരു 6 ഇഞ്ച് താഴോട്ട് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ലൈൻ നേരെ വരച്ചു കൊടുക്കാം. പിന്നെ ഈ 9.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇടാം കേട്ടോ. പിന്നെ ഈ ഫോൾഡ് ചെയ്ത ഭാഗം 2 മടക്കുള്ളതാണ് കേട്ടോ. നമ്മുടെ അടുത്ത് വരേണ്ടത് ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് ഈ 4 ഫോൾഡ് ചെയ്തത്. പിന്നെ നമുക്ക് ഷേപ്പിൻ്റെ അളവ് 14 ഇഞ്ചാണ്. പിന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ അളവ് 21.5 ഇഞ്ച്. ചിലവർ 21.5, ചിലവർ 22, ചിലവർ 19 എടുക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് ഷേപ്പിൻ്റെ അളവ് നമുക്ക് ഇവിടെ ഒരു 8.5 എടുക്കാം കേട്ടോ. 8.5 അടയാളപ്പെടുത്തുന്നത്, 8.5 ഇഞ്ച്. ഇവിടെ നമുക്ക് സ്ലിറ്റിൻ്റെ അളവ് ഇവിടെ 9.5 ഇഞ്ചല്ലേ, അപ്പം നമുക്ക് ഇവിടെ ഒരു 10.5 ഇഞ്ച് കൊടുക്കാം. കാരണം ചിലത് നമ്മൾ ഇവിടുത്തെ വണ്ണം തന്നെയാണ് ഇവിടെ സ്ലിറ്റിൻ്റെ വണ്ണമായിട്ട് കൊടുക്കുക. പക്ഷേ ചിലർക്ക് സീറ്റ് ചിലപ്പോൾ കൂടുതലുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ വണ്ണം എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, ഭയങ്കര ടൈറ്റിൽ കിടക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കൂടുതൽ എടുത്തോണം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് 6 ഇഞ്ചാണ്, ഇവിടെ 6.5 കൊടുത്തിട്ടുണ്ട്. 9.5, ഇത് 1.5, ഇവിടെ 8.5 ഇഞ്ച് എടുത്ത് 8.5, ഇത് 14 ഇഞ്ച് ലെങ്ത് 14. പിന്നെ ഇവിടെ 21.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റിൻ്റെ അളവ്. ഇവിടെ വണ്ണം കൊടുത്തിരിക്കുന്നത് 11 ഇഞ്ച്. ഇനി നമുക്ക് അടിവശത്ത് നമുക്കൊരു 12.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 25 ഇഞ്ചാണ് ടോട്ടൽ കൊടുക്കുന്നത്. അപ്പോൾ 12.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് ഇടാം. ഇനി നമുക്കിത് വരച്ചു കൊടുക്കാം, ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇഞ്ച് 10.5, 21.5 ഇഞ്ചിൻ്റെ അവിടേക്ക് നമ്മൾ ഇവിടേക്ക് വരും. പിന്നെ നമ്മളിവിടെ സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് കൊടുത്താൽ മതി മടക്കി അടിക്കാൻ കേട്ടോ. സ്ലിറ്റ് മടക്കി അടിക്കാൻ. ഇവിടെ നമ്മളിങ്ങനെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക ഉടക്കി. ഇതൊരു കുട്ടി ചുരിദാർ അടിക്കാൻ പോകുന്നതാണ് കേട്ടോ. അതിലപ്പം ഞാൻ അളന്നെടുത്ത് കാണിച്ചു തരുന്നത്. അത് മനസ്സിലായോ? ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട്
1 ഇഞ്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇവിടുന്ന് ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. നമ്മുടെ ശരിക്കും 9.5 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, അവിടേക്ക് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് മനസ്സിലായോ? ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് നമ്മൾ തുണി ഇങ്ങനെ 4ആയിട്ട് ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇവിടെ 4 മടക്ക് വരും കേട്ടോ. ഇവിടെ 4, ഈ അരികുവശം 4 എണ്ണം വരും. ഈ ഭാഗമാണ് ഇപ്പോഴും നമ്മൾ ഇങ്ങോട്ടിടുന്നത്. ഇനി ഇതിൻ്റെ അളവ് ഇത് ഞാൻ പറഞ്ഞു, ഇത് ഷോൾഡറാണ് 6.5 ഇഞ്ച്. ഇത് നമ്മൾ ആം ഹോള് 6 ഇഞ്ച്. അവിടുന്ന് വണ്ണെടുത്തു 9.5 ഇഞ്ച്. അവിടുന്ന് 1.5 ഇഞ്ച് കൂട്ടി നമ്മൾ അടിത്തുമ്പിട്ടു. പിന്നെ അവിടുന്ന് നമ്മൾ 14 ഇഞ്ചാണ് ഷേപ്പിന് അളവെടുത്തത്. ചില കുട്ടികൾക്കൊന്നും ഇത്ര വേണ്ടാട്ടാ. ഇതിപ്പോൾ നമ്മൾ ശരിക്കും ഒരു നോർമൽ ആളുടെ എടുത്തതാണ് 14 ഇഞ്ച്. ഇത് 14 ഇഞ്ച്. അതിൽ നിന്ന് ഷേപ്പ് നമ്മൾ 8.5 ഇഞ്ച് വരച്ചു. പിന്നെ സ്ലിറ്റിൻ്റെ അളവ് 21.5 ഇഞ്ചാണ് താഴെ. അവിടുന്ന് 1 ഇഞ്ച് നമ്മൾ അടിത്തുമ്പിട്ടു. ഇവിടെ 1.5 ആണെങ്കിൽ ഇവിടെ 1 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇവിടെ അടിവശത്തെ വട്ടം 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഈ സെൻറ്റർ വശം, പിന്നെ നമുക്ക് ഈ സ്ലിറ്റിൻ്റെ അവിടെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ അടിവശം നമുക്ക് ഒരു 1 ഇഞ്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്യാം, 1 ഇഞ്ചിൽ. എന്നിട്ട് നമുക്കൊന്ന് ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ. ചെരിച്ച് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്താൽ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. നമുക്കിത് നല്ല തുണിയിൽ കട്ട് ചെയ്യാം കേട്ടോ. നല്ല തുണിയിൽ കട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ നല്ല തുണി വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് നീളത്തിലെടുത്തു കഴിഞ്ഞാൽ തുണിയുടെ അത് ഇത്രയും ലെങ്ത്ത് കിട്ടില്ല ചുരിദാറിന്. അപ്പോൾ ഇത് വിലങ്ങനെ എടുക്കണം കേട്ടോ. തുണി ഇങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ തുണി ഇങ്ങനെ മടക്കി വയ്ക്കണം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇതിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കയ്യിനും കിട്ടണം തുണി വളരെ കമ്മിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം നമുക്ക് ചോക്കാണ് ഇതിലോ വെള്ളച്ചോക്ക് കാണാനില്ല. ആദ്യം നമുക്ക് ഈ അരികുവശമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കണ്ടിട്ട് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വരും, ഇവിടെ അങ്ങനെ വരും. ഈ തുണി ഇങ്ങനെ ആകുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുണി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പം നമ്മുടെ അടുത്ത് ഈ 12 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 12 ഇഞ്ച് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ 12 ഇഞ്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ വെച്ച് മടക്കാം. 12 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മടക്കാം. എന്നാലാണ് കയ്യിനുള്ള തുണി കിട്ടുള്ളൂ. നമുക്ക് ആ വശത്ത് വേണം കയ്യിനുള്ള തുണി എടുക്കാൻ. ആകെ കുറച്ച് തുണിയുള്ളൂ ഇതിൽ.
അതുകൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യും. ഇനി നമുക്ക് ഇതിലത്തെ ഒരു വശം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് വശം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് ഇത് ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് മതി കേട്ടോ, കുറച്ച് കുഴിച്ച് വരയ്ക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇത് ഫ്രണ്ട് പീസ്. അപ്പോൾ നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് ഇത് കട്ട് ചെയ്യാം. മറ്റേ നമ്മൾ ഫ്രണ്ട് പീസ് എടുത്ത് കട്ട് ചെയ്താലേ രണ്ട് തുണി നമ്മൾ കൈക്കുഴി ഒരേപോലെ വന്നു. നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് ഇനി നമുക്ക് കട്ട് ചെയ്യാം. ലൈനിങ് തുണി നല്ല തുണിയുടെ മുകളിൽ വയ്ക്കുക. ഇതിപ്പോൾ നല്ല തുണി ലൈനിങ് തുണിയുടെ അത്രയൊക്കെ ഉള്ളപ്പോൾ നല്ല തുണി നീളം കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യാന്നറിയാം, ഇത് നമുക്ക് കുറച്ച് ഈ ലൈനിങ് തുണി നമുക്കിത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട് അടിവശത്തു നിന്ന്. അല്ലെങ്കിൽ നമുക്കിത് മടക്കി അടിക്കുമ്പോൾ ശരിയാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് വിട്ടിട്ട് ലൈനിങ് തുണിയുടെ ഒന്ന് കുറച്ച് ലേശം ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്താൽ മതി. നേരം പോലെ വെച്ച് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് നമുക്ക് ലൈനിങ് തുണി ഈ നല്ല തുണിയുടെ മുകളിൽ വെച്ചടിക്കേണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് കരവശമാണ്. കരവശം നോക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ലൈനിങ് തുണി ഉണ്ടല്ലോ, ഈ ലൈനിങ് തുണി ഇത്ര വേണ്ട. ലൈനിങ് തുണി നമുക്ക് ഒരു 1.5 ഇഞ്ച് കയറ്റി കട്ട് ചെയ്ത് കളയണം. പഠിക്കാൻ കൊണ്ടുവന്ന തുണിയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കിയതാണ്. നമ്മൾ ഈ ലൈനിങ് തുണി എപ്പോഴും നമ്മൾ അടിക്കാൻ നല്ല തുണിയുടെ 1.5 ഇഞ്ച് കയറിയിട്ട് വേണം ഇരിക്കാൻ. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കയറിയിട്ട് വേണം അതിരിക്കാൻ കേട്ടോ. ഇനി നമുക്കിന്ന് ഈ 2 പീസുകൾ എടുക്കാം. ഇതിപ്പോൾ അങ്ങനെ ആവുന്നു. എന്തത് കിട്ടാത്ത അങ്ങനെ വെച്ച് ഇതാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകളിൽ വെച്ച് അടിക്കണം. വലിയ സ്റ്റിച്ചുള്ളത് ഇതങ്ങനെ വരും. ഇത് ബാക്ക് പീസ്, ഫ്രണ്ട് പീസാണ്.
ഫ്രണ്ട് പീസാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി കൈ കട്ട് ചെയ്യാം കേട്ടോ. കൈനാകെ ഈ തുണിയുള്ളൂ, ഇത്ര തുണിയുള്ളൂ കൈക്ക് കട്ട് ചെയ്തത്. ഇത് നമുക്ക് കഴുത്തിന് വെക്കണം, കൈ വേണം. നമുക്ക് നോക്കി നോക്കാം 3/4 കിട്ടുമെന്ന് പറയില്ല. നമുക്ക് നോക്കി നോക്കാം. തടിയില്ലാത്ത അളവ് തന്നെ കുറച്ച് ഇത്ര കിട്ടും, അല്ലാതെ കിട്ടില്ല. ഇപ്പം ഈ കരവശം നമുക്കിന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് വേണം ഇത് നമുക്കൊരു 3/4 ഇഞ്ച് മടക്കി അടിക്കാൻ വിടാം കേട്ടോ. 3/4 ഇഞ്ച് ഇട്ടിട്ട് കയ്യിൻ്റെ വണ്ണം നമുക്ക് 10 ഇഞ്ച് കൈ ഇറക്കെടുക്കാം. അങ്ങനെ 10.5 ഇഞ്ച് കൊടുക്കാം. 10.5 ഇഞ്ചുള്ള തുണിയേ ഉള്ളൂ ഇതിൽ. ഇനി നമുക്ക് കൈക്കുഴി. ഇത് കയ്യിൻ്റെ വണ്ണം വരുന്നത് എത്രയാണെന്ന് അറിയോ? 6.5 ഇഞ്ചാണ് കയ്യിൻ്റെ വണ്ണം വരുള്ളൂ. കോടിൻ്റെ കൈവണ്ണം. അപ്പം ഈ കയ്യിൻ്റെ വണ്ണം ഇവിടെ നമ്മൾ 6.5 കൊടുത്തു. ഇവിടുന്ന് ഇവിടെ ഒരു 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു വര വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനൊരു വര വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേണമെന്നില്ല. എന്നിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക. ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് കേട്ടോ, 1.5 ഇഞ്ച് വിട്ടിട്ട് ഇത് 6 ഇഞ്ചിൻ്റെ അവിടുന്ന് നമുക്ക് ഒരു 1.5 ഇഞ്ച് കയ്യിന് കൊടുക്കും, തുമ്പ് കൊടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചിരിച്ച് വരയ്ക്കാം. ചിലത് കൈക്കുഴി ഫ്രണ്ട് വശം ചിലവർ കുഴിച്ച് വരയ്ക്കും, അത് വേണ്ടവർക്ക് മതി. തടിയില്ലാത്തവർക്ക് അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇത് നമ്മൾ 3/4 ഇഞ്ചാണ് കേട്ടോ മടക്കി അടിക്കേണ്ടതാണ്. പിന്നെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് വിട്ടു. ടോട്ടൽ കയ്യിൻ്റെ ഇറക്കം 10 ഇഞ്ചായിരുന്നു. ഇവിടെ നമ്മളൊരു കട്ടിങ് കൊടുത്തു. ഇവിടെ നമ്മൾ കയ്യിൻ്റെ ഇവിടെ സെൻറ്ററിൽ ഒരു ബോൾ കൊടുത്തു. പിന്നെ ഇത് നമ്മൾ ഈ കഴുത്തിന് തുണി, ഇത് കഴുത്തിനുള്ള തുണിയാണ് കേട്ടോ. കഴുത്തടിക്കാനുള്ള നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് അടിക്കണം. അപ്പോൾ അതിനുള്ള തുണിയാണ്. ബാക്ക് കഴുത്തിലേക്കും ഫ്രണ്ട് കഴുത്തിലേക്കുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. എനിക്ക് കഴുത്തൊക്കെ വെട്ടുന്നത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് കൂടുതൽ വീഡിയോ ലെങ്ത് ആവും. അപ്പോൾ നമുക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ.